സ്വർഗത്തിൻ കാവാടങ്ങൾ മലർക്കെ തുറന്നിടും ശാന്തി മന്ത്രങ്ങളും ശ്രുതികൾ മീട്ടും ഹാലിക്കിൻ കാടാക്ഷങ്ങൾ എപ്പോഴും ലഭിച്ചിടും കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല അല്ലേ? സാധാരണ നിന്റെ പ്രായക്കാർ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നില്ല, എന്താ കാരണം? അത് അതിനോട് താല്പര്യമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനെ എന്താ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് ഉറങ്ങുന്നതൊക്കെ സ്റ്റോറി ഇടുന്ന ഈ കാലത്ത് ഈ സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കില്ല എന്ന സംഭവം ഇത് വേറെ എന്തോ ലെവലാണ്. ഇശാമുല്ല മണം വീശും ഇളം കാറ്റേ നീവാ ഇലാഹിൻ്റെ കുതിരത്തും നിശലോടെ പാടാം ഇശാമുല്ല മണം വീശും ഇളം കാറ്റേ നീവാ. ഓക്കെ, അപ്പോൾ നമ്മളെ റമദാനിലെ ഫസ്റ്റ് വീഡിയോ ഉണ്ടത്. അതായത് കഴിഞ്ഞ റമദാനിലും നമ്മൾ ഇതേ സ്ഥലത്ത് വീഡിയോ എടുത്തിരുന്നു. അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കീശ്ശേരി, മലപ്പുറം ജില്ലയിലെ കീശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ഒരു വീടിൻ്റെ വർക്കുമായിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ കാര്യം ആയിട്ട് കഴിഞ്ഞ റമദാൻ നമ്മൾ വീഡിയോ വന്നിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മൾ ഉസ്താദുണ്ട്, ഉസ്താദിനെ വിളിക്കാം സഭ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സംബന്ധിച്ചാൽ നമ്മൾ ഈ ഒരു വീട്ടിലുള്ള ഒരു അത്ഭുത കലാകാരൻ, അതായത് മാപ്പിളപ്പാട്ടിനെയും അല്ലെങ്കിൽ പാട്ടിനെ മൊത്തത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു മോനെ, ഉസ്താദിൻ്റെ ശിക്ഷണത്തിൽ വളർന്ന ഒരാളും കൂടി ആയിരുന്നു. അപ്പോൾ ആൾക്കൊരു വീട് എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു അല്ലേ. നല്ല കലാകാരനാണ്, അത്യാവശ്യം നല്ല അസാമാന്യ കഴിവുള്ള ഒരാളാണ്, അടിപൊളി കുട്ടിയാണ്. അപ്പോൾ ഓനെ മുന്നോട്ട് കൊണ്ടുവരാന്നുള്ളൊരു താല്പര്യത്തോടെ ആ വീഡിയോ എടുത്തു. പക്ഷേ അന്ന് നമ്മൾ വന്ന സമയത്ത് വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾക്കൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീടിന് ജസ്റ്റ് ഒന്ന് കാണിക്കും, ഈ വീട് എത്രത്തോളം ആളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ എടുത്ത സമയത്ത് ഒരു വാക്ക് ഉസ്താദ് പറഞ്ഞിരുന്നു. അതായത് ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പറഞ്ഞ ഉസ്താദ് അങ്ങനെ. അതെ, എൻ്റെ ശിഷ്യന്മാരൊക്കെ നല്ല ഹൈടോപ്പിൽ ജീവിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവരിൽ കുറച്ച് സാമ്പത്തിക ശേഷി കുറവുള്ള ആളാണ് നമ്മൾ അനിൽ കൃഷ്ണ എന്ന് പറഞ്ഞ കുട്ടി. അപ്പൊ ഇതൊന്നും നന്നാക്കി ഓക്കെ. പക്ഷെ ആ വീട് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അന്നത്തെ ആ ഒരു വീഡിയോ കാരണം ഈ വീട് ഇത്ര ഒക്കെ ആയിട്ടോ. അപ്പോൾ ഈ വീടൊന്ന് കാണിക്കാനും സഹായിച്ചവർക്ക് നന്ദി പറയാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ ഇന്ന്. മാത്രമല്ല ഒന്ന് കുറച്ച് അവൻ്റെ പുതിയ കഴിവുകൾ എന്താക്കാൻ നമുക്ക് നോക്കണം. കാരണം അത്യാവശ്യം നല്ല പാട്ടിന്റെ വഴിയിലേക്ക് നിൽക്കുന്ന ആളാണ്. ഇതാണ് നമ്മുടെ കലാകാരൻ. ഹലോ, നമസ്കാരം. എന്തൊക്കെ വിശേഷം? ഓക്കെ, വീട് സെറ്റാണോ? ഓക്കെ, നമുക്ക് അകന്ന് കണ്ടോക്കല്ലേ. ഓക്കെ, ഇതാണല്ലേ അന്ന് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരു എന്തൊരു പാമ്പിന്റെ വിഷയം നമ്മളൊന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ? അല്ലേ? അപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വീട് അത്യാവശ്യം തേപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, ഫുള്ള് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. തേപ്പില്ലോ സാറേ? അതെ. നമുക്ക് കാര്യമായിട്ട് എന്താ ചെയ്യണ്ട ഇവിടെ? ഇപ്പൊ അടിപ്പണി ചെയ്യാണ്ട് ഇതിപ്പോ നമ്മൾ ഒരു വെക്കാണ്ടല്ലേ? അതെ, അതൊക്കെ കഴിഞ്ഞ വിചാരിക്കണേ. ഓക്കെ, പിന്നെ ഓനെ കൊട്ടിയ ഒരുപാട് എന്താ പറയാ അവാർഡുകളുണ്ട്, ഇഷ്ടംപോലെ ട്രോഫികൾ ഓനെ കിട്ടിയത്. അതൊന്നും വെക്കാവുന്ന സ്ഥലമല്ലേ ഇനി ഇവിടെ. എല്ലാത്തിനും സ്ഥലമായി. പിന്നെ അത് നമ്മളെ പൂജാ റൂം അത് ചെറുതാക്കിയിട്ടുണ്ടായി അല്ലേ? സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളൂ. പിന്നെ അതാ റൂം അവിടെ. ഇവിടെ ആയിരുന്നു നമ്മൾ അന്ന് മെയിനായിട്ട് ഒരു സംഭവം കണ്ടില്ല അല്ലേ? ഇവിടെ വലിയൊരു പൊത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അനിൽ കൃഷ്ണ അല്ലേ, സച്ചു അങ്ങനെ വിളിക്കാം. അപ്പൊ ഇന്നിപ്പോ നമ്മള് പാട്ട് പാടുന്നത് നമ്മൾ സ്വന്തം നമ്മളെ വീടിന്റെ ഉള്ളിൽ നിന്നാണ്. സന്തോഷല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാട്ട് നമ്മൾ പാടാൻ പോണേ ഒരു ഭക്തിഗാനാണ്. ആയിക്കോട്ടെ, നമുക്ക് തുടങ്ങാം അല്ലേ? സ്നേഹവും കരുതലും നൽകുമെന്തനുഭൂതി റാസിഖയെല്ലാം നിന്നൗദാര്യമാ. സ്നേഹവും കരുതലും നൽകുമെന്തനുഭൂതി റാസിഖയെല്ലാം നിന്നൗദാര്യമാ. വേദന നീങ്ങുവാൻ സുജൂദിലായി വീണു ഫളാലെ ഞാൻ രക്ഷ നേടും. വേദന നീങ്ങുവാൻ സുജൂദിലായി വീണു ഫളാലെ ഞാൻ രക്ഷ നേടും. എല്ലാ വഴികളും അടയുമ്പോൾ മറുവഴികൾ തെളിയും. രാജാതിരാജനല്ല മുന്നിൽ വഴി കനിയും. എല്ലാ വഴികളും അടയുമ്പോൾ മറുവഴികൾ തെളിയും. രാജാതിരാജനല്ല മുന്നിൽ വഴി കനിയും.
സൂപ്പർ. വേറെ വിഷയം കൂടെ ഉണ്ട് ഉസ്താദേ. അതെ, ഇപ്പൊ അത്യാവശ്യം വളർന്നു, പക്ഷെ ഇവന്റെ സൗണ്ട് വളർന്നില്ല. അതേ സൗണ്ട് തന്നെ വളരെ ക്ലാരിറ്റി, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു കുറച്ചൊക്കെ ക്ലാരിറ്റി പോയിട്ടുണ്ടാവുന്നില്ല, പക്ഷെ ക്ലാരിറ്റി പോയിട്ടില്ല. സാധാരണ കുട്ടികള് പാട്ടിന്റെ വോയിസ് ചേഞ്ച് കഴിഞ്ഞാല് പാട്ട് കുറച്ച് പിന്നോക്കം ഉണ്ടായിരുന്നു, പക്ഷെ ഇവൻ നന്നായി പാടുന്നുണ്ടല്ലേ? ട്രൈ ചെയ്യുന്നുണ്ട്, പാടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയും ട്രൈ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ അവന്റെ കല അങ്ങനെയാണ്. അത് മാത്രല്ല, മാപ്പിളപ്പാട്ട് മാത്രല്ല, അവൻ എല്ലാ പാട്ടുകളും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു പാട്ട് അടങ്ങിയിരുന്നു, ഒരു എന്താ നാടൻ പാട്ട്. അത് വളരെ മനോഹര രീതി നമ്മൾ ചാനൽ ഏറ്റെടുത്തു. എന്തായാലും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറഞ്ഞു? നല്ല വിശേഷം. നമ്മളിപ്പോ കണ്ടിട്ട് ഒരു വർഷമായി അല്ലെ? കഴിഞ്ഞ റമദാന് വന്ന് കണ്ടാണ്, ഇപ്പൊ ഒരു വർഷം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല സുഖം. ശരിക്കും നമുക്കുള്ളൊരു അംബീഷൻ എന്താണ്? ആരാവണം എന്ന് ആഗ്രഹം? ഒരു ഗായകനാവണം. നല്ലൊരു ഗായകനാവണം. അതിനെന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. എന്റെ അപ്പുറത്തേക്ക് എന്താണ് ഉദ്ദേശം? പിന്നെ പഠിച്ച് ജോലി നേടണം. എന്ത് ജോലി നേടാൻ താല്പര്യം? എന്ത് ജോലി? സർക്കാർ ജോലി. സർക്കാർ ജോലി അല്ലേ? അത് എല്ലാവരും പൈലറ്റ് ഡോക്ടർമാരൊക്കെ പറയുമ്പോൾ സർക്കാർ ജോലി. ഓക്കെ ഓക്കെ, നല്ലൊരു തീരുമാനം. അപ്പോ അനിലെ സംഗതി സെറ്റ്, നല്ല പെർഫെക്ഷൻ സൗണ്ടാണ്. എന്തായാലും എങ്ങനെയാണ് ഈ മാപ്പിളപ്പാട്ടിന്റെ ഈ അക്ഷരങ്ങളൊക്കെ, ഈ അറബി അക്ഷരങ്ങളൊക്കെ എങ്ങനെയാ ശരിക്കും പഠിക്കണേ? എങ്ങനെ? അത് ഉസ്താദ് കാര്യമാണ്. അത് ഉസ്താദ് റെഡിയാക്കിയാ കൊറേ അക്ഷരങ്ങളൊക്കെ. എന്നാലും ഈ പാട്ട് പാടുമ്പോ നമ്മൾ ട്രൈ ചെയ്ത് ആക്കണല്ലോ. ചില വാക്കുകളൊക്കെ അങ്ങനെയാണല്ലോ. അത് ട്രൈ ചെയ്യാറുണ്ടോ അങ്ങനെയൊക്കെ? ചിലതൊക്കെ. അപ്പം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ള വാക്കുകൾ ഏതൊക്കെയാണ് തുടക്കത്തില്? അള്ളാന്ന് പറയുമ്പോഴേ അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അത് അള്ളാന്നല്ല പറയാം, പക്ഷെ നിന്റെ വളരെ പെർഫെക്റ്റ് ആണ് പറയാൻ കാരണം. അതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തേ? അതൊക്കെ ഉസ്താദ് പഠിപ്പിച്ചല്ലേ? ഓക്കെ. പിന്നെ ചെറുപ്പത്തില് 1ാം ക്ലാസ്സിന്നൊക്കെ അറബി പഠിച്ചിരുന്നു. 4 വരെ പഠിച്ചിരുന്നു. ഇതാണ് ഇപ്പൊ എന്റെ വീടിന്റെ അവസ്ഥ. ഇത്രയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഹോൾസ് ഒക്കെ ഇല്ലായിരുന്നു. നമ്മളൊന്ന് കാണാം. വളരെ ഉഷാറായിട്ടുണ്ട്. നമുക്കെന്റെ സന്തോഷമുണ്ട് കാണുമ്പോൾ സന്തോഷമുണ്ട്. കാരണം വെച്ചാല് ഇവിടെ നമ്മൾ അന്ന് വന്ന സമയത്ത് ഇത്ര സ്പേസ് പോലും നമുക്ക് കിട്ടിയില്ലല്ലോ. നല്ല സ്പേസ് കിട്ടി. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് പറയാം, നമ്മുടെ ഒരു വർക്ക് ഏരിയ ഇല്ലായിരുന്നു. ഇപ്പൊ പുതിയൊരു വർക്ക് ഏരിയ വന്നു കേട്ടോ. അതിനെന്താ അടിപൊളിയായിട്ട് നമുക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. ഇതിനൊക്കെ നന്ദി പറയാനുള്ള നമ്മുടെ വീഡിയോ അന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാരോട് അല്ലേ? ശിഷ്യൻ എന്നുള്ള രീതിയിൽ എന്താ പറയാനുള്ളത്? ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വളരെ സന്തോഷം. നമ്മളൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഇതിന്റെ നിങ്ങളുടെ പ്രേക്ഷകരത് ഈ കോലത്തിലാക്കി തന്നു. അതുപോലെ ഇനി അടിപ്പണിയും കൂടി ഉണ്ട് എന്നതിന്റെ ഒരു താല്പര്യം ഉണ്ട്. നമുക്ക് വൈകാതെ സെറ്റാക്കാം അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെന്താ പറയാ? ഇങ്ങനെ ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി അല്ലേ? അപ്പോൾ നമ്മളെ വീടിൻ്റെ എന്താ പറയുക, സ്റ്റോർ റൂം, വർക്ക് ഏരിയ, ഇവിടെയാണ് കുക്കിങ്. അന്നൊന്നും ഇവിടെ ഇല്ലായിരുന്നു, അന്നൊക്കെ പോലും മറച്ചിട്ട് സംഭവമായിരുന്നു. ഇപ്പോൾ ഇത് അടുക്കള, കണ്ടോ, ഇത് അടുക്കള, ഇവിടെയാണ് ഭക്ഷണങ്ങളൊക്കെ. അത് നേരെ വന്ന ഹാള്, ഇവിടെ ചെറിയൊരു ബെഡ് സൈസ് വെച്ചിട്ടുണ്ട്, ബെഡ് സൈസ്. പിന്നെ റൂം, അതുപോലെ ഇതൊരു റൂം, മേലേക്ക് അപ്സ്റ്റെയർ. ഓക്കെ. അപ്പോൾ ഇത്രയും പണികൾ ഇപ്പം നിലവിൽ പൂർത്തിയായി ലസാദെ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഏതായാലും ഇവൻ്റെ കഴിവും അതുപോലെ തന്നെ അവൻ്റെ ഭാഗ്യം രണ്ടും പാടെ വന്നപ്പോൾ ഒരു നല്ലൊരു വീട് വന്നു. ഇനി ഒരുപാട് നല്ല നല്ല രീതിയിലേക്ക് ഉയർത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അതുപോലെ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ മോനെ. അതന്നെ മെയിനായിട്ട് അവൻ്റെ കഴിവിനെ ഇത് എത്തിക്കട്ടെ. അപ്പോൾ കുറച്ച് അവൻ്റെ കഴിവ് നമുക്ക് നോക്കിയാലോ അല്ലേ? ഓനക്ക് ഇപ്പോൾ പാട്ട് എന്ന് പറയുമ്പോൾ അവന് കുറച്ച് വലിയ കുട്ടിയായി പോകും അല്ലേ? അന്ന് നമ്മൾ വന്നപ്പോൾ ചെറിയ കുട്ടിയായിരുന്നു, കുറച്ച് വലിയ കുട്ടിയായി. അപ്പോൾ വലുതാകുമ്പോൾ അവൻ്റെ പാട്ടും വലുതായി ഉണ്ടാവുമല്ലോ. അതൊക്കെ നമുക്ക് കേട്ടോ അല്ലേ? ഓക്കെ. സച്ചോ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല അല്ലേ? സാധാരണ നിന്റെ പ്രായക്കാർ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നില്ല. എന്താ കാരണം? അത് അതിനോട് താല്പര്യമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനെ എന്താ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് ഉറങ്ങുന്നതൊക്കെ സ്റ്റോറി ഇടുന്ന ഈ കാലത്ത് നീ സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കില്ല എന്ന സംഭവം ഇത് വേറെ എന്തോ ഇല്ല അവരാണ്. ഓക്കെ. അതായത് നിന്റെ കാര്യമൊക്കെ നടക്കട്ടെ. ഇപ്പൊ ഏതാ പടം പോണേ? സ്വർഗത്തിൻ കാവാടങ്ങൾ മലക്കെ തുറന്നിടും, ശാന്തി മന്ത്രങ്ങളും ശ്രുതികൾ മീട്ടും, ഹാലിക്കിൻ കാടാക്ഷങ്ങളെപ്പോഴും ലഭിച്ചിടും, കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ, കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ.
സ്വർഗത്തിൻ കാവാടങ്ങൾ മലർക്കെ തുറന്നിടും, ശാന്തി മന്ത്രങ്ങളും ശ്രുതികൾ മീട്ടും. ഹാലിക്കിൻ കടാക്ഷങ്ങളെപ്പോഴും ലഭിച്ചിടും, കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ, കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ. പവിത്രമായി തിളങ്ങിയ ദിനങ്ങളാൽ റഹ്മത്തിൻ പൊലിവേറും മലർമാരി വർഷിച്ചിടും. മതിമുറ്റും തക്ബയിൽ മനം നിറഞ്ഞാടിടും, മികവുറ്റ ഷഹറാണ് പുണ്യ റമളാൻ, മികവുറ്റ ഷഹറാണ് പുണ്യ റമളാൻ. സ്വർഗത്തിൻ കാവാടങ്ങൾ മലക്കെ തുറന്നിടും, ശാന്തി മന്ത്രങ്ങളും ശ്രുതികൾ മീട്ടും. ഹാലിക്കിൻ കടാക്ഷങ്ങളെപ്പോഴും ലഭിച്ചിടും, കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ, കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തും ഇതേ സ്ഥലത്ത് നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഈ വീട് ഇങ്ങനെ തന്നെ ആവുന്നൊരു പ്രതീക്ഷയില്ലേ. പക്ഷേ ഇവൻ്റെ പാട്ടും ഇവൻ്റെ ഞാൻ പറഞ്ഞൊരു ഭാഗ്യം അതുകൊണ്ടാണ് ഇങ്ങനെ ആയി കിട്ടിയത്. പിന്നെ പാട്ടിൻ്റെ വഴിയിൽ ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മളെ ക്യാമറ എടുക്കുന്ന നമ്മൾ ഉസ്താദാണ്, ഉസ്താദിൻ്റെ ആൽബങ്ങളും അല്ലേ. ഈ ആൽബം ചെയ്ത കുറേ ആൾക്കാർ ചെയ്തിട്ടില്ലേ? ഏറ്റവും എനിക്ക് കംഫർട്ടായിട്ട് ഇഷ്ടപ്പെട്ട വർക്ക് ആരുടെ കൂടെ ചെയ്തത്? ഞാനോ? പാട്ടിലേക്ക് കൊണ്ടുവന്ന ഉസ്താദാണ്. ഉസ്താദ് അല്ലേ? നമ്മൾ ഉസ്താദ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ ആൽബങ്ങളിൽ ആദ്യമായിട്ട് പാടിയ ആൽബം ഉസ്താദ് ചെയ്ത പാട്ടാണ്. അത് തിരുനബി മകൾ ഫാത്തിമത്ത് പറഞ്ഞിട്ടൊരു പാട്ട്. അത് വൈറലായി വെച്ചാ അത്യാവശ്യം ആൾക്കാർ കേട്ടെടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ ഒരു നബിദിനത്തിലൊക്കെ പാട്ട് പാടി അല്ലേ? അത് ഉസ്താദിനല്ലോ കൊണ്ടുവരുന്നത്. ഓക്കെ. ഏതൊരു കലാകാരനും ഒരുപാട് കഴിവുകളുണ്ടാവും അല്ലെ. ആ കഴിവിന്റെ ബാക്കിൽ ഒരുപാട് ആൾക്കാരുടെ കൈകളും ഉണ്ടാവും. അപ്പൊ ശരിക്കും ഏതെങ്കിലും ട്രൂപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇപ്പൊ 2 ട്രൂപ്പിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നാടൻ പാട്ടിന്റെ, ഒന്ന് മാപ്പിള പാട്ടിന്റെ. ഉസ്താദിന്റെ ട്രൂപ്പാണ് ഈശൽ നിലാവ്. അത് മാപ്പിള പാട്ട് ലൈവായിട്ട് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യാം. അത് നാടൻ പാട്ടിന്റെ. അപ്പൊ മാപ്പിളപ്പാട്ട് ഉസ്താദിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഈശൽ നിലാവ്. ഈ നാടൻ പാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതാരാ ചെയ്യുന്നേ? അത് എന്റെ വീടിന്റെ ഇവിടെ അടുത്തുള്ള ഒരു ഏട്ടൻ തന്നെ, സുബിയേട്ടൻ. ആള് നല്ല അടിപൊളി പാട്ടായിരുന്നു. പാടും. ആളെ കൂടെ പോകുന്നുണ്ടോ? വർക്കൊക്കെ ഉണ്ട് അല്ലേ? ആള് ശരിക്കും ഈ എന്താണ് നാടൻ പാട്ട്. പിന്നെ മറ്റുള്ള പാട്ടുകൾ പാടുണ്ടോ? മൂപ്പര് കോർഡിനേറ്റർ ആണ് ഇതിന്റെ. ആളാണ് എല്ലാം ചെയ്യാം അല്ലേ? അപ്പൊ ആളെ കൂടി നമ്മൾ പോകുന്നുണ്ട്. 2 ട്രൂപ്പിൽ ഇപ്പൊ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഉസ്താദേ, അപ്പൊ ഈശ്വർ നിലാവിനെ കുറിച്ച് ഇപ്പൊ മറ്റേ നമ്മുടെ കൂടെ അല്ലല്ലോ. അപ്പൊ ഈശ്വർ നിലാവിനെ കുറിച്ചിട്ട് എന്താണ്, എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ പ്രോഗ്രാമുകൾ എടുക്കലുണ്ട്. നമ്മളെ അനിൽ കൃഷ്ണനാണ് അതിലെ ലീഡ് ചെയ്യുന്ന വിദ്യാർത്ഥി. അവനെയാണ് ഹൈലൈറ്റ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കൽ. ഇന്ന് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമുകളെ പ്രതീക്ഷിക്കുകയാണ്. അതെ അതെ. ഇശാമുല്ല മണം വീശും ഇളം കാറ്റേ നീവാ, ഇലാഹിന്റെ കുതിരത്തും നിശലോടെ പാടാ. ഇശാമുല്ല മണം വീശും ഇളം കാറ്റേ നീവാ, ഇലാഹിന്റെ കുതിരത്തും നിശലോടെ പാടാം. പ്രപഞ്ചാധിപതിക്കെന്നും സുജൂദിൽ ഞാൻ വീണ, പ്രകൃതിയെ കുളിർപ്പിച്ച് തസ്ബീഹ് ചൊരിഞ്ഞ്. പ്രപഞ്ചാധിപതിക്കെന്നും സുജൂദിൽ ഞാൻ വീണ, പ്രകൃതിയെ കുളിർപ്പിച്ച് തസ്ബീഹ് ചൊരിഞ്ഞ്. ഇശാമുല്ല മണം വീശും ഇളം കാറ്റേ നീവാ, ഇലാഹിന്റെ കുതിരത്തും നിശലോടെ
കുശലോടെ പാടാ